ഡോളർ കടത്ത് കേസിലെ ആരോപണ വിധേയനെ NIT ഭരണസമിതിയിൽ ഉൾപ്പെടുത്തിയതിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ വിവാദം. CPI സഹയാത്രികൻ ലഫീർ മുഹമ്മദിനെ ലീഗ് നോമിനിയാക്കിയതിലാണ് അമർഷം. ലഫീറിനെ ശുപാർശ ചെയ്തത് ഉന്നത ലീഗ് നേതാവാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. ലീഗ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും നേതൃത്വത്തിന് വിമർശനമുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഇത് ഈ ഒരു രംഗത്ത് മാത്രമല്ല, പലയിടത്തും ഇത്തരത്തിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ UDFന്റെയോ അനുകൂലികളല്ലാത്ത ആളുകളെ തിരികെ കയറ്റുന്നു എന്നുള്ള ആരോപണവും വിമർശനവും ഒക്കെ ഉയരുന്നുണ്ടായിരുന്നു പുതിയ സർക്കാർ വന്നതിന് ശേഷവും. അപ്പോൾ വിവിധ പാർട്ടികളിൽ നിന്ന് ആ ആരോപണം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം കൂടി ഉണ്ടാവുന്നത്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ മറ്റ് പാർട്ടികളിൽ നിന്ന് നിൽക്കുന്ന ആളുകൾ അവരുടെ സഹയാത്രികരെയൊക്കെ ഇപ്പോൾ ഈ UDFന്റെ ഭാഗമാക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും ഒടുവിലെ സംഭവമാണ് കോഴിക്കോട് NITയിലെ ഭരണസമിതിയിലേക്ക് 11 അംഗ ഭരണസമിതിയാണ്. അതിൽ 2 പേരെയാണ് സംസ്ഥാന സർക്കാരിന് നോമിനേറ്റ് ചെയ്യാൻ കഴിയുക. അതിലൊരാൾ ആനന്ദമണി, അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. മറ്റൊരാൾ ലഫീർ മുഹമ്മദാണ്. ലഫീർ മുഹമ്മദ് പൊന്നാനി സ്വദേശിയും CPI അനുഭാവി സഹയാത്രികനും ഇടതുപക്ഷ നേതാക്കളുമായി വളരെ അടുപ്പം പുലർത്തുന്നതാണ്. മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ KT ജലീൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ NITയുടെ ഭരണസമിതി അംഗമായി സംസ്ഥാന സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് വലിയ വിവാദമായിട്ടുള്ളത്. മുസ്ലിം ലീഗിനകത്ത് വലിയ വിമർശനം, അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ വലിയ വിമർശനവും ചർച്ചയും നടക്കുന്നു. പാർട്ടിക്കൊപ്പം നിന്ന് നിൽക്കുന്ന ആളുകളെയും ഒക്കെ പരിഗണിക്കേണ്ട സമയത്ത് ഇത്തരം, അതുമാത്രമല്ല ലഫീർ മുഹമ്മദിനെതിരെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് 2021 ഡോളർ കടത്ത് കേസിൽ ഇദ്ദേഹത്തെ ED ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാളാണ്. സ്വപ്ന സുരേഷിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകി എന്നുള്ള അങ്ങനെ വിവിധ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ എന്തിനാണ് സംസ്ഥാന സർക്കാരിന്റെ നോമിനിയായി ഈ NITയിലേക്ക്, കോഴിക്കോട് NIT എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എന്തിന് സർക്കാരിന്റെ പ്രതിനിധിയായി ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇത് മുസ്ലിം ലീഗിന്റെ, നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് ഇദ്ദേഹത്തെ NITയുടെ ഭരണസമിതിയിലേക്ക് നിയോഗിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊന്നാനി ഭാഗത്താണ്, പൊന്നാനിയിലെ ലീഗുകാർക്കിടയിലാണ് വലിയ വിമർശനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരാൾ അവരുടെ ലീഗിന്റെ ഒരു ഗ്രൂപ്പിൽ ഇട്ട ഒരു വാക്കെന്ന് പറയുന്നത്, ലീഗിന് സ്വന്തം ആശയങ്ങളും നിലപാടുകളും പ്രതിനിധീകരിക്കാൻ യോഗ്യരായ ആളുകളില്ലാത്ത അവസ്ഥയാണോ ഇത്? സ്വന്തം നോമിനികളെ നിയമിക്കേണ്ട സ്ഥാനങ്ങളിൽ പോലും CPIക്കാരെ നോമിനിയായി പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ഇട്ട കമന്റ്. ഇങ്ങനെ പല ആളുകളും ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഭാരവാഹികളായ ആളുകൾ, അവരോടൊപ്പം നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. ലീഗിലെ ചില നേതാക്കൾ അവരുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ്. എന്തായാലും ലീഗിനകത്ത് ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്, വലിയ വിവാദമായി മാറിയിട്ടുണ്ട്.